അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ഭാഗ്യമുള്ളവരാണോ എന്ന്? ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഭാഗ്യമുള്ള സ്ത്രീകളുടെ 6 ലക്ഷണങ്ങളെ കുറിച്ചാണ് കേട്ടോ. ഈ ലോകത്ത് എല്ലാവരും തേടുന്നത് ഒരു ഭാഗ്യമുള്ള ജീവിതമാണ് അല്ലേ? ചിലർ ധനത്തെയാണ് ഭാഗ്യമെന്ന് കരുതുന്നത്, എന്നാൽ ചിലർ സൗന്ദര്യത്തെയും ചിലർ പ്രശസ്തിയുമാണ് ഭാഗ്യമായി കാണുന്നത്. എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് മറ്റൊന്നാണ്. ഒരു സ്ത്രീയുടെ യഥാർത്ഥ ഭാഗ്യം അവളുടെ ദീനിലും സ്വഭാവത്തിലും അള്ളാഹുവിനോടുള്ള അവളുടെ ബന്ധത്തിലുമാണ്. ഒരു സ്ത്രീ കുടുംബത്തിൻ്റെ ഹൃദയമാണ്. അവൾ നന്നായാൽ ആ കുടുംബവും നന്നാവും, കുടുംബം നന്നായാൽ സമൂഹവും നന്നാവും. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം സ്ത്രീയുടെ മഹത്വത്തെയും സ്ഥാനത്തെയും ഉയർത്തിപ്പിടിക്കുന്നത്. ഇന്ന് ഈ വീഡിയോയിലൂടെ നാം സംസാരിക്കുന്നത് ഭാഗ്യമുള്ള സ്ത്രീകളുടെ 6 ലക്ഷണങ്ങളെ കുറിച്ചാണ്. ഒന്നാമത്തെ അടയാളം എന്തെന്നാൽ ആദ്യത്തെ കൺമണി പെൺകുട്ടി ആവുക എന്നതാണ്. ഒരു വീട്ടിൽ ആദ്യമായി ജനിക്കുന്ന കുട്ടി പെൺകുഞ്ഞാവുന്നത് ഇസ്ലാമിൽ അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. ഒരു പെൺകുഞ്ഞ് ജനിക്കുമ്പോൾ വീട്ടിലേക്ക് കരുണയും നന്മയും വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആർക്കെങ്കിലും പെൺമക്കളെ നല്ല രീതിയിൽ വളർത്താൻ കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി സ്വർഗത്തിലേക്കുള്ള വഴി തുറന്നു കൊടുക്കുമെന്ന്. മാഷാ അല്ലാഹ്. എന്നാൽ മറ്റു ചിലർ ആൺകുഞ്ഞിനെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ അള്ളാഹു നൽകുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹത്തിൽ ഒന്ന് നല്ലൊരു പെൺകുട്ടിയാണ്. അവൾ വളരുമ്പോൾ മാതാപിതാക്കൾക്ക് സ്നേഹവും പരിചരണവും നൽകുന്നവളായിരിക്കും. അതുകൊണ്ട് ആദ്യത്തെ കൺമണി പെൺകുട്ടിയാവുന്നത് തന്നെ അതൊരു വലിയ ഭാഗ്യത്തിൻ്റെ അടയാളമാണ്. രണ്ടാമത്തെ അടയാളം താമസിയാതെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുക എന്നതാണ്. വിവാഹത്തിനു ശേഷം സന്താന അനുഗ്രഹം ലഭിക്കുന്നത് അള്ളാഹുവിൻ്റെ വലിയൊരു നിഅമത്താണ്. കുട്ടികൾ കുടുംബത്തിൻ്റെ സന്തോഷമാണ്. വീടിൻ്റെ സമാധാനവും സന്തോഷവുമാണ് കുഞ്ഞുമക്കൾ. ഈ ലോകത്ത് കുഞ്ഞുങ്ങളില്ലാതെ യാതനയും വേദനയും അനുഭവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ടല്ലേ, മാതാപിതാക്കളുണ്ടല്ലേ. അവരിൽ വെച്ച് നമ്മൾക്ക് കുഞ്ഞുങ്ങൾ പെട്ടെന്നുണ്ടായിട്ടുണ്ട് എങ്കിൽ വിവാഹം കഴിഞ്ഞ 1 മാസം കഴിയുമ്പോൾ തന്നെ ചിലർക്ക് കുഞ്ഞുണ്ടാകുമ്പോൾ ജീവിതം ആസ്വദിക്കാൻ കഴിഞ്ഞില്ല, വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ കുഞ്ഞായല്ലോ എന്ന് ചിന്തിച്ച് വിഷമിക്കുന്ന ഒരുപാട് ദമ്പതികളുണ്ട്. എന്നാൽ മറിച്ച് ഇത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്, നിഅമത്താണ്. ഒരു കുഞ്ഞ് പെട്ടെന്നുണ്ടാവുക എന്നുള്ളത്, ഏറെ താമസിയാതെ ഒരു കുഞ്ഞുണ്ടാവുക എന്നുള്ളത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് വളരെ അധികം ഭാഗ്യമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സന്താനാനുഗ്രഹം പെട്ടെന്ന് ലഭിച്ചവർ അള്ളാഹുവിനോട് നന്ദി പറയുക. എന്നാൽ ഇവിടെ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് മാത്രമല്ല പ്രധാനപ്പെട്ടത്, അവരെ ദീനുള്ളവരായി വളർത്തുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നല്ല മക്കൾ മാതാപിതാക്കളുടെ മരണത്തിന് ശേഷവും അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമ്മളുടെ കുഞ്ഞുങ്ങളിൽ നമുക്ക് ഉത്തരവാദിത്തം വേണ്ടതാണ്. അവർ നല്ല രീതിയിൽ ദീനെ പഠിച്ച് ദീനോടുകൂടി മുമ്പോട്ട് ജീവിച്ചു പോകാൻ അവർക്ക് നമ്മൾ വലിയൊരു അവസരം ഉണ്ടാക്കി കൊടുത്തേക്കണേ. നമ്മളുടെ ജീവിതത്തിലും നമ്മളുടെ മരണശേഷവും നമ്മൾക്ക് കൂട്ടായി ഉണ്ടാകുന്നത് നമ്മളുടെ കുഞ്ഞുങ്ങളുടെ, നമ്മൾ ഏറെ പ്രിയപ്പെട്ട് വളർത്തിയ നമ്മളുടെ മക്കളുടെ ദുആയും പ്രാർത്ഥനയുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ മക്കളെ ഈ ലോകത്തും പരലോകത്തും നമുക്ക് അനുഗ്രഹം നൽകുന്ന മക്കളാക്കി മാറ്റി നൽകട്ടെ. മൂന്നാമത്തെ അടയാളം ദീനുള്ള ഭർത്താവിനെ ലഭിക്കുക എന്നതാണ്. ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് ദീനുള്ള ഒരു ഇണയെ ലഭിക്കുക എന്നുള്ളത്. ദീനുള്ള ഭർത്താവ് ഭാര്യയെ അള്ളാഹുവിലേക്കാണ് നയിക്കുന്നത്. അവളെ ഹറാമിൽ നിന്നും തടയും, അവളോട് സ്നേഹത്തോടും കരുണയോടും പെരുമാറും, കുടുംബത്തെ നന്മയുടെ വഴിയിലേക്ക് നയിക്കും, തൻ്റെ മക്കൾക്ക് നന്മ പകർന്നു കൊടുക്കുകയും നന്മയിലേക്ക് നയിക്കുകയും ചെയ്യുന്നതാണ്. ഇന്ന് പല വീടുകളിലും സമാധാനം നഷ്ടമാകുന്നത് ദീൻ ഇല്ലാത്തത് കൊണ്ടാണ്. എത്രയൊക്കെ തന്നെ സാമ്പത്തികമുണ്ടെങ്കിലും പണമുണ്ടെങ്കിലും ആ വീട്ടിൽ സമാധാനമില്ല, സൗകര്യങ്ങളുണ്ടെങ്കിലും സന്തോഷമില്ല. എന്നാൽ ഒരു ഭർത്താവ് സുബഹിക്ക് തൻ്റെ ഭാര്യയെ വിളിച്ചുണർത്തി നിസ്കരിപ്പിക്കുന്നവനാണെങ്കിൽ, ഖുർആൻ ഓദിക്കുന്നവനാണെങ്കിൽ, ഹലാലായ ജീവിതത്തിലേക്ക് നയിക്കുന്നവനാണെങ്കിൽ അവൾ ശരിക്കും
ഭാഗ്യമുള്ള ഒരു സ്ത്രീയാണ് കേട്ടോ. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ദീനിനും ദീനിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു സ്ത്രീയെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് തൻ്റെ ഭർത്താവെങ്കിൽ ആ സ്ത്രീ ചിന്തിക്കുക, നിങ്ങൾ ഏറെ ഭാഗ്യം ചെയ്തവളാണ്. അള്ളാഹു തന്ന ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്നാണ് നിങ്ങളുടെ ഭർത്താവെന്ന് മനസ്സിലാക്കുക. ഇനി നാലാമത്തെ അടയാളം എന്തെന്നാൽ അള്ളാഹുവിലുള്ള അചഞ്ചലമായ ഒരു സ്ത്രീയുടെ വിശ്വാസമാണ്. ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ സൗന്ദര്യം അവളുടെ തഖ്വയാണ്. തഖ്വ എന്നത് അള്ളാഹുവിനെ ഭയപ്പെടലും എല്ലാ സാഹചര്യങ്ങളിലും അള്ളാഹുവിനെ ഓർക്കലുമാണ്. എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും പരീക്ഷണങ്ങൾ വന്നാലും ആളുകൾ ഉപേക്ഷിച്ചു പോയാലും എൻ്റെ റബ്ബെന്നെ കൈവിടില്ല എന്ന വിശ്വാസത്തോടെ ജീവിക്കുന്ന ഒരു സ്ത്രീയുണ്ടെങ്കിൽ അവൾ യഥാർത്ഥ വിജയിയാണ്. അവളാണ് യഥാർത്ഥ ഭാഗ്യമുള്ളവൾ. ഇന്ന് നാം കാണുന്നത് പലർക്കും പുറമെ ഒരുപാട് സൗന്ദര്യമുണ്ടാവും, എന്നാൽ ഹൃദയത്തിൽ ഒരു സമാധാനമില്ല. ഒരു സ്ത്രീയുടെ സൗന്ദര്യം എന്നുള്ളത് അവളുടെ തഖ്വയാണ്. തഖ്വയുള്ള സ്ത്രീയുടെ ഹൃദയത്തിൽ ഒരു പ്രത്യേക പ്രകാശമുണ്ടാവും. അവൾക്ക് അള്ളാഹുവിൻ്റെ സമാധാനവും അനുഗ്രഹവും ഉണ്ടാവുന്നതാണ്. അഞ്ചാമത്തെ അടയാളം എന്തെന്നാൽ ഒരു സ്ത്രീക്ക് അറിവ് നേടാനുള്ള അതിയായ ആഗ്രഹമാണ്. ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനും അറിവ് നേടാനും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ പ്രാധാന്യം നൽകുന്നുണ്ട്. അറിവുള്ള സ്ത്രീ ഒരു കുടുംബത്തെ തന്നെ മാറ്റിമറിക്കുന്നതാണ്. അവൾ തൻ്റെ മക്കളെ നല്ലവരാക്കി വളർത്തും. അവൾ ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവളാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ സമയം കളയുന്നവരാണല്ലോ നാം എല്ലാവരും. മണിക്കൂറുകളോളം സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്തിരിക്കുന്നു. പക്ഷേ ദീൻ പഠിക്കാനായി നമുക്ക് സമയമില്ല. ഓരോ ദിവസവും കുറച്ചെങ്കിലും ഖുർആൻ പഠിക്കൽ, ഹദീസ് പഠിക്കൽ, പുതിയ പുതിയ ഇസ്ലാമികമായിട്ടുള്ള അറിവുകൾ വായിച്ചറിയാനും നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന സ്ത്രീകൾ അവർ ഭാഗ്യമുള്ളവരാണ്. അവൾ തൻ്റെ നല്ല സമയങ്ങൾ മാറ്റിവെച്ച് ദീൻ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവളാണ് എങ്കിൽ അവൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഭാഗ്യമുള്ള സ്ത്രീയിൽപ്പെട്ടവളാണ്. ഇനി ആറാമത്തെ ലക്ഷണം എന്തെന്നാൽ പ്രസന്നമായ മുഖവും പുഞ്ചിരിയുമുള്ള സ്ത്രീയാണ്. ഇസ്ലാമിൽ ഒരു ചെറു പുഞ്ചിരിക്ക് പോലും പ്രാധാന്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും പുഞ്ചിരിയോടെ ആയിരുന്നു ജീവിച്ചിരുന്നത്. പ്രസന്നമായ മുഖമുള്ള സ്ത്രീ ഒരു വീട്ടിൽ സന്തോഷവും സമാധാനവും കൊണ്ടുവരുന്നതാണ്. അവളുടെ സംസാരവും പെരുമാറ്റവും മറ്റുള്ളവരുടെ മനസ്സ് നിറക്കും. ഇന്ന് പലർക്കും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യമാണ്. പുഞ്ചിരി ഒരു ദാനമാണ്. ഭർത്താവിനോടും മക്കളോടും മാതാപിതാക്കളോടും സ്നേഹത്തോടു കൂടിയും ചെറുപുഞ്ചിരിയോടു കൂടിയും പെരുമാറുന്ന സ്ത്രീയുണ്ടല്ലോ, അവൾ ആ വീടിനെ സ്വർഗമാക്കും. ഒരു സ്ത്രീയുടെ യഥാർത്ഥ സൗന്ദര്യം എന്നുള്ളത് അവളുടെ മുഖത്തെ പുഞ്ചിരിയും ഹൃദയത്തിൻ്റെ നന്മയുമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹു നമ്മുടെ വീടുകളെ ഈമാനിൻ്റെയും സമാധാനത്തിൻ്റെയും വീടുകളാക്കി മാറ്റി തരുമാറാവട്ടെ. ആമീൻ. അടുത്തൊരു വീഡിയോയുമായി ഇനിയും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.